ജയ്പൂർ കോട്ടൺ ഫാബ്രിക് അതും നാച്ചുറലി ഡൈ ചെയ്തിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വന്നിരിക്കുന്നതാണ്. 159 രൂപയാണ് ഒരു മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 42 ഇഞ്ച് മുതൽ 44 ഇഞ്ച് ആ ഒരു അതിന്റെ ഇടയിലാണ് ഇതിന്റെ വിത്ത് വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ടും നാച്ചുറലി ഡൈ ചെയ്ത ഫാബ്രിക് ആയതുകൊണ്ടും ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. മാത്രമല്ല ഇത് പ്രീമിയം റേഞ്ചിലേക്ക് ഫാബ്രിക് വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിന്റെ പ്രൈസ് എപ്പോഴും നോർമൽ പ്രിന്റിനേക്കാളും കൂടുതലായിരിക്കുമല്ലോ. നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് 159 രൂപ ഒരു മീറ്ററിനാണ് കേട്ടോ. കണ്ടു നോക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ലവേഴ്സ് ഒരുപാട് പേരുണ്ട്. ഞാനും അതിലൊരാളാണ്. ഹാൻഡ് ബ്ലോക്കിലുള്ള ഫാബ്രിക് വെയർ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആവുമ്പോൾ ഇതിന്റെ ഫീലിംഗ് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. പരിവരുത്ത ഒരു കോട്ടൺ ഫാബ്രിക് പോലെയാണ് ഇത് വരുന്നത്. എല്ലാ സ്ഥലത്തും പ്രിന്റ് ചെയ്യുമ്പോൾ ഒരേപോലെ ഇതിന്റെ പ്രിന്റ് തെളിഞ്ഞു വന്നോളണം എന്നില്ല. സ്ക്രീൻ പ്രിന്റ് ആവുമ്പോൾ നമുക്കറിയാലോ, അത് ആ ഒരു മെഷീനിലൂടെ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്ക്രീൻ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് പ്രിന്റ് വരിക. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വലി ചെയ്യുന്ന പ്രിന്റ് ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലത്തെ പ്രിന്റ് നന്നായിട്ട് തെളിഞ്ഞു വന്നോളണം എന്നില്ല കേട്ടോ. അല്ലാതെ ഇത് നമ്മൾ ഓൾഡ് ക്ലോത്തോ അല്ലെങ്കിൽ അങ്ങനെ കളർ ഫെയ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് സെല് ചെയ്യുന്നതൊന്നും അല്ല. ഇത് നമ്മൾ ഡയറക്റ്റ് ജയ്പൂരിൽ നിന്ന് എടുത്തിട്ടുള്ള ഫാബ്രിക്. ഫസ്റ്റ് വൺ കാണുന്നത് വലിയ പേസ്ലി പ്രിന്റ് ആണ്. പിങ്ക് കളറിലുള്ളതാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഇനി ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം. ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ ഞാൻ ആദ്യം പറയാറുണ്ടായിരുന്നു. ഒരു 3 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് 3 അടപ്പ് കളർ ഗാർഡ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിന്റെ കളർ ഗാർഡ് ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, ഒഴിച്ചിട്ട് ഈ ഫാബ്രിക് നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുക്കി വെക്കണം. അത് കഴിഞ്ഞ് എടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഡിറ്റർജന്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. കളർ ബ്ലീഡ് ചെയ്യാണ്ടൊക്കെ തന്നെ ഇരുന്നോളൂ. ഇത് വരുന്നത് ഗ്രേയിനകത്തേക്കാണ്. ഗ്രേയിനകത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് ഇതിനകത്ത് പോകുന്നത്. ബേസ് കളർ ഒരു ഗ്രേഷ് ആയിട്ടുള്ള ക്രീം കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ പിന്നെയും പിങ്ക് ആണ്. പിങ്കിനകത്ത് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടിയുള്ള പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്ക് വരും. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ സെയിം ഓറഞ്ച് കളറിലേക്ക് നെക്സ്റ്റ് പ്രിന്റ്, സെയിം പ്രിന്റ് തന്നെ. ആദ്യം കണ്ട പിങ്കിന്റെ ഒരു ഓറഞ്ച് കളറാണ് നെക്സ്റ്റ് വൺ കാണുന്നത്. ഇനി കാണുന്നതും വളരെ ക്ലാസി ലുക്കിലുള്ള ഡിസൈൻ ആണ്. ഇതൊക്കെ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള കുർത്തികളൊക്കെ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊരു റെഡിഷ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ എന്നൊക്കെ പറയാം. ആ ഒരു പാറ്റേണിലേക്ക് പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റ് തന്നെയാണ് ഇതിനകത്തൊക്കെ പോകുന്നത്. സെയിം പ്രിന്റ് തന്നെ ഇതൊരു ഓണിയൻ പിങ്ക് ടോണിലേക്ക് പോയിരിക്കുന്നു. നല്ല 2 ഡിസൈൻ, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ലാസ്റ്റ് നമ്മൾ കണ്ടത്. എല്ലാം നല്ല ഡിസൈൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വെയർ ചെയ്യണം എന്നുള്ളവർക്ക് ലാസ്റ്റ് കണ്ട 2 ഡിസൈനും സെലക്ട് ചെയ്യാവുന്നതാണ്. 159 രൂപയാണ് ഒരു മീറ്ററിന് ഇതിന്റെ പ്രൈസ്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി.